ഇതുവരെയുള്ള വാർത്തകൾ വേഗത്തിൽ നോക്കാം. സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തും. ചർച്ച തീരുമാനം മാറ്റാനല്ല, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെന്നും മന്ത്രി. തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതിയിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത തള്ളാതെ പോലീസ്. തീയിട്ടതാണോ എന്ന് പരിശോധിക്കും. ഫോറൻസിക് സംഘം കെട്ടിടത്തിൽ പരിശോധന നടത്തും. സംസ്ഥാനത്തെ നെല്ല് സംഭരണം പാളുന്നു. സപ്ലൈകോ കർഷകർക്ക് നൽകാനുള്ളത് 711 കോടിയിലേറെ രൂപ. പ്രതിഷേധിച്ച കർഷകർക്കെതിരെ പോലീസ് കേസ്. നെല്ലിന്റെ തുക വകമാറ്റി ചെലവഴിച്ച മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെ കേസെടുക്കണമെന്ന കർഷകരുടെ പരാതി. ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള സ്റ്റെന്റ് ആശുപത്രികൾക്ക് നൽകിയതിലെ കുടിശ്ശിക മുടങ്ങുന്നു. വിതരണക്കാർ വീണ്ടും സർക്കാരിനെ സമീപിച്ചു. കമ്പനികൾ സ്റ്റെന്റ് വിതരണം നിർത്തിവെച്ചാൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങും. കുടിശ്ശിക തുക ഗഡുക്കളായി നൽകുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് പുതിയ വിസിമാരെ നിയമിക്കാനുള്ള പാനൽ സർക്കാർ ഗവർണർക്ക് കൈമാറും. നടപടി കോടതി വിധിയുടെ പകർപ്പ് ലഭിച്ചാലുടൻ പുതിയ വിസിയെ തീരുമാനിക്കുന്നത് സർക്കാർ നൽകുന്ന 3 അംഗ പാനലിൽ നിന്ന്. പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. കീം റാങ്ക് ലിസ്റ്റിൽ കേരള സിലബസുകാരുടെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. തടസ്സ ഹർജിയുമായി CBSE വിദ്യാർത്ഥികൾ. നാളത്തെ കോടതി നിർദ്ദേശം നിർണായകം. ബഹിരാകാശത്ത് ഇന്ത്യയുടെ പുതുചരിത്രമെഴുതി ശുഭാംശു ശുക്ല. 18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ആക്സിയം 4 ദൌത്യ സംഘം ഇന്ന് ഭൂമിയിലെത്തും. സ്പ്ലാഷ് ഡൌൺ 3 മണിക്ക്. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ആകാംക്ഷ. മോചനത്തിനായി മുന്നിലുള്ളത് 24 മണിക്കൂർ മാത്രം. യമനിൽ സുപ്രധാന യോഗം. കേസിൽ നിർണായക ഇടപെടലുമായി കാന്തപുരം പ്രതിനിധികൾ. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ കർണാടക വനിതാ കമ്മീഷന്റെ ഇടപെടൽ. പ്രത്യേക സംഘം രൂപീകരിക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൌധരി. ഇടപെടൽ ന്യൂസ് 18 വാർത്തയിൽ. കൊല്ലം സ്വദേശിനി വിപഞ്ചിക ഷാർജയിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിന്. നിയമ പോരാട്ടവുമായി മുന്നോട്ടെന്ന കുടുംബം. ഷാർജ പോലീസിൽ കുടുംബം പരാതി നൽകും. വിപഞ്ചികയുടെ അമ്മ ശൈലജ ഷാർജയിലെത്തി. നിപ ജാഗ്രതയിൽ വീണ്ടും കേരളം. പാലക്കാട്ട് നിപ ബാധിച്ച് മരിച്ച വയോധികന്റെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. സമ്പർക്ക പട്ടികയിൽ 286 പേർ. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിയില്ല. അമേരിക്കൻ ചികിത്സ കഴിഞ്ഞ് മുഖ്യമന്ത്രി കേരളത്തിൽ തിരിച്ചെത്തി. CPI-യിൽ തലവേദനയായി വിഭാഗീയത. സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. പരസ്യ പ്രതികരണത്തിന് പേരിൽ CC മുകുന്ദനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യക്കെതിരെ മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. 50 ദിവസത്തിനകം വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ 100% നികുതി ഏർപ്പെടുത്തുമെന്ന് ട്രംപ്. എറണാകുളത്ത് അനാശാസ്യ കേന്ദ്രത്തിലേക്ക് പെൺകുട്ടികളെ എത്തിച്ചിരുന്നത് ലഹരി നൽകിയെന്ന് പോലീസ്. ഇന്നലെ രാത്രി നടന്ന റെയ്ഡിൽ നടത്തിപ്പുകാരായ 2 മലയാളികളും ഇതര സംസ്ഥാനക്കാരായ 6 സ്ത്രീകളും ഒരു ഇടപാടുകാരനും അറസ്റ്റിലായി. കേസിലെ മുഖ്യകണ്ണി മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഇന്ന് യോഗം ചേരും. സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിലാണ് യോഗം. പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും യോഗത്തിൽ ചർച്ചയാകും. തിങ്കളാഴ്ചയാണ് സമ്മേളനം. വിദേശ പര്യടനത്തിലുള്ള ശശി തരൂർ യോഗത്തിനെത്തിയില്ല. കൊച്ചിയിൽ MDMA-യുമായി പിടിയിലായ യൂട്യൂബർ റിൻസിയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. എറണാകുളം സെഷൻസ് കോടതിയാണ് കസ്റ്റഡി പരിഗണിക്കുന്നത്. അറസ്റ്റിലായ റിൻസിയുടെ സുഹൃത്ത് യാസർ റാഫത്തിനെയും ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. വിശദമായ വാർത്തകളിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതിയിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത തള്ളാതെ പോലീസ്. തീയിട്ടതാണോ എന്ന് പരിശോധിക്കും. ഫോറൻസിക് സംഘം കെട്ടിടത്തിൽ വിശദമായ പരിശോധന നടത്തും. VV അരുൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ പ്രധാനപ്പെട്ട വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരിടത്തൊരു തീപിടുത്തം ഉണ്ടാവുന്നത് അസ്വാഭാവികമാണ് എന്നൊരു നിഗമനം തന്നെയാണോ പോലീസിനുള്ളത്?
ശ്രീജ, കാട്ടാക്കട പോക്സോ കോടതി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കെട്ടിടത്തിലാണ് ഒരു 2022 മുതൽ ഇവിടെ ഈ 2022 ഡിസംബർ മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന കോടതിയാണത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ കോടതിയുടെ ഇന്നലെ തീപിടുത്തമുണ്ടായ തൊണ്ടി മുതലടക്കം സൂക്ഷിക്കുന്ന ഓഫീസ് മുറിയാണ്. ഇവിടെയാണ് തീപിടുത്തമുണ്ടായത്. ഇതിന്റെ തൊട്ടടുത്താണ് കോർട്ട് ഹാളൊക്കെ ഉള്ളത്. പക്ഷെ ആ ഭാഗത്തേക്ക് തീ പടർന്നില്ല. ഈ ഒരു ഭാഗത്ത് മാത്രമാണ്, അതായത് ഈ കമ്പ്യൂട്ടർ വച്ചിരിക്കുന്ന മുറിയുണ്ട്. തൊട്ടടുത്ത് തന്നെ ഈ ഫയലുകളും മറ്റും കോടതിയിലെ കേസ് ഫയലുകളും മറ്റും സൂക്ഷിക്കുന്ന തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന മുറിയിൽ മാത്രമാണ് തീപിടുത്തം. ഈ ഗ്ലാസൊക്കെ ഇവ പൊട്ടിയത് കാണുന്നതിലെ തീ പിടുത്തത്തിന് ശേഷം തീ അണയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അത് ഗ്ലാസ് പൊട്ടിച്ചതാണ്. ഈ ഒരു കെട്ടിടം നമുക്ക് കണ്ടാൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലുള്ള പല സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടം. അവിടെയാണ് കോടതിയും പ്രവർത്തിക്കുന്നത്. അതിൽ ഈ ഒരു കെട്ടിടത്തിൽ ഈ ഒരു മുറിയിൽ മാത്രം തീപിടുത്തം ഉണ്ടായതാണ് ഇപ്പോൾ ഒരു അസ്വാഭാവികത ഉണ്ടെന്ന നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ പ്രാഥമിക നിഗമനത്തിലേക്ക് പൂർണ്ണമായും പോലീസ് അതൊരു അസ്വാഭാവിക സംഭവമെന്ന് വിലയിരുത്തുന്നില്ല. ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെയാണോ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും പക്ഷെ അത്ര പഴക്കമുള്ള ഒരു കെട്ടിടമല്ല, താരതമ്യേന പുതിയ കെട്ടിടമാണ്. അവിടെ അത്തരമൊരു ഷോർട്ട് സർക്യൂട്ടോ ഇലക്ട്രിക് ഫെയിലിയറോ ഒക്കെ ഉണ്ടായ കാര്യത്തിൽ എങ്ങനെയെന്ന കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും ഫോറൻസിക് സംഘം 10 മണിയോടുകൂടി ഇവിടെ എത്തും. റൂറൽ SP അധികം വൈകാതെ ഇവിടേക്ക് എത്തും. ഡിവൈഎസ്പി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. പ്രാഥമിക തെളിവ് നടത്തിയെങ്കിൽ പോലും ഫോറൻസിക് സംഘത്തിന്റെയും മറ്റും പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇവിടേക്കുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന കോടതി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അട്ടിമറി സാധ്യതയും പോലീസ് സംശയിക്കുന്നത് ആ സാഹചര്യത്തിലാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ കെട്ടിടത്തിന്റെ ഉടമ ജയേന്ദ്രൻ ചേരുന്നുണ്ട്. എപ്പോഴാണ് ഈ ഒരു തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്? ഒരു 9 മണിയോടുകൂടി പുക പോകുന്നത് കണ്ടു. അങ്ങനെ അടുത്തുള്ള ആൾ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ പുക പോകുന്നു വന്ന് നോക്കിയപ്പോൾ ഇവിടെയാണ് പുക. അങ്ങനെ ഫയർഫോഴ്സിനെ അറിയിച്ചു, പോലീസിനെ അറിയിച്ചു. ഫയർഫോഴ്സ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫയർഫോഴ്സ് വന്നു. ഫയർഫോഴ്സ് വന്നിട്ട് അവർ ഷട്ടറിന്റെ ലോക്ക് കട്ട് ചെയ്ത് ഷട്ടർ പോക്കി അകത്ത് കയറി ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് അണയ്ക്കുകയായിരുന്നു. അത് പുക പുറത്ത് പോകുന്നതിലേക്ക് വേണ്ടി ഈ ടഫൻ ഗ്ലാസ് പൊട്ടിക്കുകയായിരുന്നു. ഈ വേറെ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, എല്ലാം എത്ര മണിക്ക് സാധാരണ അടയ്ക്കുന്നതാണ്? കോടതി 5 മണിയോട് കൂടി അടച്ചാണോ? അല്ലേ, 5 മണിക്കാണ് സാധാരണ അടയ്ക്കുന്നത്. മറ്റ് സ്ഥാപനങ്ങളെല്ലാം 5 മണിയോട് കൂടി? ഇല്ലില്ല, മറ്റ് വേറെ ഓഫീസ് എല്ലാം 5 മണിക്ക് അടയ്ക്കും. ബാക്കി ഈ വൈറ്റ് മാജിക് എന്ന് പറഞ്ഞിട്ട് അവര് 8-9 മണിയാകുമ്പോൾ. സ്ഥാപനമുണ്ട് ഈ ഒരു ബിൽഡിംഗില്? സ്ഥാപനം 1, 2, 4, 5, 6 സ്ഥാപനമുണ്ട്. സാധാരണ പുതിയ കെട്ടിടമല്ലേ? എത്ര വർഷമായി കെട്ടിടം? 7 വർഷം. 7 വർഷമായി കെട്ടിടം. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ മറ്റു പ്രശ്നമൊന്നും വേറെ ഉണ്ടായിട്ടില്ല? ഇല്ല, വേറെ ഒരിടത്തുണ്ടായില്ല. വേറെ ഒരു കംപ്ലൈന്റ് ഇതുവരെ ഇല്ല. അതിൽ ഈ ഒരു റൂമറി മാത്രമാണ് തീപിടുത്തം ഉണ്ടായത് അല്ലേ? അതെ. അല്ല, അതിനകത്താണ് ഇപ്പോ പറയുന്നത് ഈ മൊബൈൽ ഫോൺ തൊണ്ടി മുതലായിട്ടുള്ള മൊബൈൽ ഫോണൊക്കെ വെക്കുന്ന അവിടെയാണ് ഇപ്പൊ ബെഞ്ച് ക്ലാർക്ക് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് എക്സ്പോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്താണെന്നുള്ള ഫോറൻസിക് വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ശ്രീജ. ഇതിന് മുകളിലേക്കാണ് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തിന്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വേണം മുകളിലേക്ക് പോകാൻ. അതിന്റെ ആദ്യ നിലയിൽ കോടതി മുറി, തൊട്ട് മുകളിലത്തെ നിലയിൽ ഏതാണ്ട് 3-ാം നിലയിലാണ് ഈ പോക്സോ കോടതിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന തൊണ്ടിമുതലും മറ്റും സൂക്ഷിക്കുന്ന മുറിയൊക്കെ ഉള്ളത് അവിടെയാണ്. ഈ ഭാഗത്തേക്ക് ഇവിടെയൊക്കെ CCTV ഒക്കെ ഉള്ളതാണ്. ആരെങ്കിലും കയറി പോയിട്ടുണ്ട് കാര്യത്തിൽ പോലീസ് പരിശോധിക്കും. ഏതായാലും ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ തൊണ്ടിമുതല സൂക്ഷിക്കുന്ന ഫോൺ മറ്റും പൊട്ടിത്തെറിച്ചാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത വിരളമെന്നാണ് പറഞ്ഞത്. കാരണം മറ്റു കെട്ടിടങ്ങളെ ഒന്നും ബാധിച്ചിട്ടില്ല. ഈ തീ തന്നെ ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം പടർന്നതും ഇത്തരമൊരു സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഏതായാലും ഫോറൻസിക് സംഘം 10 മണിയോടുകൂടി എത്തും. അല്പസമയത്തേക്ക് SP-യുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് പരിശോധന നടത്തും. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് സാഹചര്യത്തിലാണ്, മറ്റേതെങ്കിലും തരത്തിലുള്ള തീ ഇടാനുള്ള എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ തീ എന്തെങ്കിലും ഇന്ധനം ഒഴിച്ച് തീ കത്തിച്ചതാണോ, കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടിത്തെറിക്കുന്ന വസ്തു കൊണ്ടുവച്ച് അങ്ങനെ ഉണ്ടാക്കിയൊരു തീപിടുത്തമാണോ, ഇങ്ങനെ പല സംശയങ്ങളുണ്ട്. അത് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ മാത്രമേ കൃത്യമായ ഒരു വിവരം പുറത്തു വരികയുള്ളൂ. അതിന് പോലീസിന് ഇപ്പോൾ സംശയമുണ്ട് ഇതൊരു അസ്വാഭാവിക സംഭവമാണോ അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാക്കിയതാണോ എന്ന കാര്യത്തിൽ പോലീസ് സംശയമുണ്ട്. അതിന്റെ ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ 10 മണിയോടുകൂടി ഇവിടെ എത്തും. ഈ ഒരു കെട്ടിടത്തിന്റെ സുരക്ഷ, ഇപ്പോൾ അങ്ങനെ ഒരു പോക്സോ കോടതിയുമായി ബന്ധപ്പെട്ട് തൊണ്ടി സൂക്ഷിക്കുന്ന സ്ഥലം, അവിടെ അങ്ങനെ സുരക്ഷയോ ഏതെങ്കിലും തരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ലേ അരുൺ? അതല്ല, ഈ കോടതിയിൽ വേറെ സുരക്ഷാ ജീവനക്കാരോ അങ്ങനെയൊന്നുമില്ല? രാത്രി സെക്യൂരിറ്റി? ഇല്ല, സുരക്ഷാ ജീവനക്കാർ രാത്രിയില്ല. ഈ ബിൽഡിംഗ് പൂട്ടി പോയാൽ അത്രേ ഉള്ളൂ. ഈ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്നുണ്ട്, വേറെ സുരക്ഷയൊന്നും ഇല്ല.
അല്ല, അതുള്ള സുരക്ഷിതമാണ്. കാരണം ഷട്ടറിട്ടാണ് പിന്നെ പൂട്ടുന്നത്. ഷട്ടറിട്ട് പൂട്ടിയാൽ പിന്നെ അതിനകത്ത് വേറെ ആർക്കും പ്രവേശനമില്ല, നടക്കില്ല. അതാണ് ശ്രീജ. ഏതായാലും മറ്റു സുരക്ഷയൊന്നുമില്ല. പോലീസിന്റെ സാധാരണ കോടതികൾ അത്തരമൊരു പൊതുവിലൊരു സുരക്ഷയൊന്നും കോടതികൾക്ക് അപ്പുറത്തേക്ക് ഓരോ കോടതിക്കും ആ സുരക്ഷ നൽകുന്ന പതിവുമില്ല. തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന മുറിയാണ് എന്നുള്ളത് വസ്തുതയാണ്. സ്വാഭാവികമായും അവിടെ ഈ കെട്ടിടത്തിന്റെ സാധാരണ ഒരു ഓഫീസ് കെട്ടിടം പൂട്ടുന്നത് പോലെ പൂട്ടിപ്പോകുന്നത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഈ കോടതിയിലും ഇല്ല. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഏതായാലും ഏത് തരത്തിലാണ് CCTV ഒക്കെ ഈ ഭാഗത്തൊക്കെ കയറി പോകുന്ന വഴിക്കൊക്കെ CCTV അത്ര ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചോ പോലീസ് ആദ്യം? ഇല്ല, ഇന്നേ പരിശോധിക്കണം. പരിശോധനയ്ക്ക് ഇനി ജഡ്ജി വന്നതിന് ശേഷമേ ബാക്കി അന്വേഷണത്തിന്റെ ഭാഗം തുടങ്ങും. അതാണ് ജില്ലാ ജഡ്ജിയാണ് പോക്സോ കോടതിയുടെ ജഡ്ജി. അപ്പൊ അദ്ദേഹം വന്ന ശേഷം മാത്രമേ മറ്റു പരിശോധനയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇവരെല്ലാം വെയിറ്റ് നിൽക്കുന്നത്. അതുതന്നെയാണ് ആ ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ കൂടി വേണം. കാരണം കോടതിയിലെ തീപിടുത്തമാണ്. തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന മുറി കൂടിയാകുമ്പോൾ ആ രീതിയിലുള്ള കൃത്യമായ പരിശോധനകൾ ഉണ്ടാകും. അതുകൊണ്ട് ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം വന്ന ശേഷമാകും ഒരുപക്ഷെ അത്തരം പരിശോധനയിലേക്ക് കടക്കുക. CCTV അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. കെട്ടിടത്തിന്റെ ആരെങ്കിലും അനധികൃതമായി ഇവിടെ കടന്നിട്ട് പോയി കയറിയിട്ടുണ്ടെങ്കിലും മുൻവാതിലൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായും അത് ഈ CCTV ദൃശ്യങ്ങൾ പതിയും. അത്തരം പരിശോധനകളും ഉണ്ടാകും. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയും 10 മണിയോടുകൂടി ആരംഭിക്കുക. ഏതായാലും അല്പസമയത്തിലേക്ക് റൂറൽ SP ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാക്കടയിലെ പോക്സോ കോടതിയിൽ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന മുറിയിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത്. ഈ തീ എങ്ങനെയാണ് അവിടെ ഉണ്ടായത്? അവിടെ സൂക്ഷിച്ചിരുന്ന വല്ല വസ്തുക്കളിൽ നിന്നുണ്ടായതാണോ, അതല്ല മറ്റ് പുറത്തുനിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിലൊക്കെയാണ് സംശയമുള്ളത്. കാര്യങ്ങൾ ഫോറൻസിക് പരിശോധനയിലായിരിക്കും അറിയാൻ കഴിയുക. ഇപ്പോൾ പോലീസിൻ്റെയൊക്കെ സാന്നിധ്യം അവിടെയുണ്ട്. വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ നടക്കും. അരുണാണ് കാട്ടാക്കടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. താൽക്കാലിക VC നിയമനത്തിലെ കോടതി നിലപാടിലൂടെ ഗവർണർ സ്ഥാനമൊഴിയുകയാണ് വേണ്ടതെന്ന് മന്ത്രി V ശിവൻകുട്ടി. പാദപൂജയിൽ ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയുള്ളൂ. RSS സംരക്ഷണയിൽ പാദപൂജ നടത്തിയാൽ നിയമപരമായ സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകാനാവില്ലെന്നും മന്ത്രി. സാധാരണഗതിയിൽ ഗവർണറെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധിപനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയാൽ താൻ ചെയ്ത പെശകിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ് മാന്യമായി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയും. അത് ബഹുമാനപ്പെട്ട ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയുള്ളൂ. കേരളത്തിലെ ഒരു വിദ്യാലയങ്ങളിലും കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെയോ പൂർവ്വ അധ്യാപകരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റേതെങ്കിലും പ്രമാണിമാരുടെയോ കാല് കഴുകി ഒരു ചടങ്ങ് നടത്തുന്ന രീതി കേരളത്തിലെ ഒരു സ്കൂളിലും നടക്കില്ല. അപ്പോൾ നടന്ന സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തും. ചർച്ച പക്ഷേ തീരുമാനം മാറ്റാനല്ല, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെന്നും മന്ത്രി പറഞ്ഞു. ചർച്ചകൾ തുടരുകയാണ്. അതായത് ജിഫ്രി തങ്ങളുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച അതിനൊരു വേദി തിരുവനന്തപുരത്ത് ഒരുക്കാമെന്നും പറഞ്ഞു. അവരത് സമ്മതിച്ചിട്ടുണ്ട്. ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെയാണ് ഈ സമരത്തിനുള്ള പ്രഖ്യാപനം നടത്താൻ വേണ്ടിയുള്ള കാരണം എന്ന് പറഞ്ഞു. തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല, ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, സർക്കാർ ഈ വിഷയത്തിൽ പിന്നോട്ട് പോയി എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മന്ത്രി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് തന്നെയാണുള്ളത്. അവർക്കൊരു പരാതി ഉണ്ടായിരുന്നു, ഈ വിഷയത്തിൽ സമസ്തയുമായി ഉൾപ്പെടെ ഒരു ചർച്ച പോലും നടത്തിയില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതി പരിഹരിക്കാൻ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ തീരുമാനം ഉറച്ചു തന്നെയായിരിക്കും. അതാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത്? ശ്രീജ, ആദ്യഘട്ടത്തിൽ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ മന്ത്രി സ്വീകരിച്ചിരുന്നു. വിരട്ടാൻ നോക്കേണ്ട എന്നടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. തുടർന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കം നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ചർച്ച ചെയ്യാനുള്ള സന്നദ്ധത വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത്. എന്നാൽ ഇന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ ചർച്ച നടത്തുന്നത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ്, മറിച്ച് തീരുമാനത്തിൽ നിന്നും പിന്നാക്കം പോകുന്നതിനായി അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കൂടുതൽ ശക്തമായി തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
കഴിയുന്നത്. കാരണം സമസ്ത അടക്കം നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും ഒടുവിലുള്ള നിലപാടിനെ സ്വാഗതം ചെയ്തിരുന്നു. അതായത് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു, ഇതാണ് മാന്യമായ പരിഹാരം എന്ന രീതിയിലൊക്കെ പരാമർശിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും വഷളാവുന്നു എന്നാണ് നമ്മൾ സമസ്തയുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാവുന്നത്. കാരണം മുൻവിധികളോടുകൂടി ഒരു തീരുമാനമെടുത്ത ശേഷം അക്കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായി എന്തിനാണ് ചർച്ച, അത്തരമൊരു ചർച്ചയിലേക്ക് എന്തിനു സംസ്ഥയെ വലിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് സംസ്ഥയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. ഒരുപക്ഷെ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം നേതാക്കളെ പറഞ്ഞു മനസ്സിലാക്കി ഒരു ഒത്തുതീർപ്പോടുകൂടി ചർച്ച അവസാനിക്കുമെങ്കിൽ കുറച്ചുകൂടെ മാന്യമായ നിലപാടായിരുന്നേനെ. പക്ഷേ ഇതിപ്പോൾ മുൻകൂട്ടി തന്നെ തീരുമാനം മാറ്റില്ല എന്ന് ഉറപ്പിച്ച ശേഷം പിന്നെ എന്തിന് ചർച്ചയ്ക്ക് വിളിക്കുന്നു എന്നൊരു ചോദ്യമാണ് വരുന്നത്. എന്തായാലും ഈ വിഷയങ്ങളടക്കം ചർച്ച ചെയ്യുന്നതിനായി സമസ്തയുടെ യോഗം, ഏകോപന സമിതി യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് ചേരുന്നുണ്ട്. നേരത്തെ ഈ മന്ത്രി പറഞ്ഞ സാഹചര്യത്തിൽ എന്തൊക്കെ നിലപാട് സ്വീകരിക്കണം എന്ന് ചർച്ച ചെയ്യുന്നതിനായിരുന്നു യോഗം. പക്ഷേ മാറിയ ഘട്ടത്തിൽ മന്ത്രി തന്നെ ഒരു തീരുമാനം വീണ്ടും പറഞ്ഞിരിക്കുന്നു. ആ തീരുമാനം മാറ്റാനല്ല, മറിച്ച് കാര്യങ്ങൾ എതിർക്കുന്നവരെ മനസ്സിലാക്കിക്കാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാറ്റിയുള്ള ചിന്ത ഇന്നത്തെ സമസ്ത യോഗത്തിലും ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തന്നെ വലിയ പ്രതിഷേധത്തിലാണ് ആ സമസ്തയിലെ പല നേതാക്കളും ഉള്ളത്. ചർച്ചയിൽ ആശാവഹമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇത്തരത്തിൽ മറ്റൊരു നിലപാട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നത്. എന്തായാലും സമസ്തയും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ സാധ്യത. ശ്രീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. സംസ്ഥാനത്തെ നെല്ല് സംഭരണം കടുത്ത പ്രതിസന്ധിയിൽ. സപ്ലൈകോ കർഷകർക്ക് നൽകാനുള്ളത് 711 കോടിയിലേറെ രൂപയെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. 2024-25 വർഷത്തെ തുകയാണിത്. അതേസമയം സംഭരിച്ച നെല്ലിന്റെ തുക ആവശ്യപ്പെട്ട് കുട്ടനാട്ടിലെ പാടി ഓഫീസിൽ പ്രതിഷേധിച്ച കർഷകർക്കെതിരെ പോലീസ് കേസെടുത്തു. നെല്ലിന്റെ തുക വകമാറ്റി ചെലവഴിച്ച മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കർഷകരും പോലീസിൽ പരാതി നൽകി. സംസ്ഥാന സർക്കാർ കേരളത്തിലെ നെൽകർഷകരിൽ നിന്നും 2024-25 വർഷ കാലയളവിൽ ഒന്നാം വിളയുടെയും രണ്ടാം വിളയുടെയും നെല്ല് സംഭരിച്ച ഇനത്തിൽ നൽകാനുള്ള തുകയുടെ കണക്കാണിത്. 2,68,777 കർഷകരിൽ നിന്നായി 5.8 ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. ഇതിന്റെ വിലയായി ഇന്നലെ വരെ നൽകാനുള്ളത് 701,56,57,770 രൂപയാണെന്ന് സപ്ലൈകോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 3 മുതൽ 4 മാസം വരെ പെൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പുഞ്ചകൃഷിയുടെ കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ മാർച്ച് മാസത്തിൽ കൊയ്ത നെല്ലിന്റെയാണ് പ്രധാനമായിട്ടും കിട്ടാനുള്ളത്. ഒരു കൃഷി കഴിഞ്ഞ് രണ്ടാം കൃഷി പകുതിയായി. ഒരു കൃഷി മാത്രം ചെയ്യുന്ന മേഖലയിൽ അടുത്ത പുഞ്ചയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. സർക്കാർ ലേല നടപടികളിലേക്ക് വരെ മുന്നോട്ട് പോയിരിക്കുക. കഴിഞ്ഞ വർഷം ഈ സമയം മുതൽ ഞങ്ങൾ ചിലവാക്കിയ പൈസയും ഞങ്ങളുടെ അധ്വാനത്തിന്റെ കൂലിയും എല്ലാം കൂടിയാണ്. ഒരു വർഷത്തെ ഞങ്ങളുടെ മുഴുവൻ അധ്വാനത്തിന്റെയും ഞങ്ങളുടെ സ്വത്തിന്റെയും ആകെ തുകയാണ് സർക്കാർ ഞങ്ങളുടെ നിന്ന് എടുത്തുകൊണ്ടുപോയ നെല്ല്. അതിന്റെ വില കിട്ടാതെ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. കുട്ടനാട്ടിൽ രണ്ടാം കൃഷി പാതിഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. പുഞ്ചകൃഷി തുടങ്ങുന്നതിനുള്ള പമ്പിംഗ് ലേല നടപടികൾ ആരംഭിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. രണ്ടാം കൃഷിയുടെ പാതി വഴി പിന്നിട്ടു. പലരും കൃഷി ഉപേക്ഷിച്ചു, രണ്ടാം കൃഷി ഉപേക്ഷിച്ചു. ഇനിയുള്ളത് പുഞ്ചകൃഷിയാണ്. ഒന്നാം വിള എന്ന് പറയുന്ന ആ ഒരു വലിയ കൃഷിയാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ കർഷകർ ഉണ്ടാകുന്നത്. ആ കൃഷിയുടെ ലേല നടപടികൾ ആരംഭിക്കേണ്ട സമയമാണ്. അപ്പോഴും ഞങ്ങളുടെ പണം കിട്ടാത്ത കാരണം പുഞ്ചകൃഷിയിലേക്ക് പോകണമെന്ന് പോലും ആളുകൾക്ക് സംശയമാണ്. പലരും കൃഷി ഉപേക്ഷിക്കാനായിട്ട് പാടശേഖരങ്ങൾ മൊത്തത്തിൽ തീരുമാനമെടുക്കുക. നെൽവിലക്കായി മങ്കൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ നിവേദനം നൽകാനായി എത്തിയ കർഷകർക്ക് മുന്നിൽ നിന്ന് 3 പാടി ഓഫീസർമാരും ബോധപൂർവം ഒഴിഞ്ഞു നിന്നതായി കർഷകർ ആരോപിക്കുന്നു. ഇതിനെതിരെ അവിടെ എത്തിയ കർഷകർ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച കർഷകർക്കെതിരെ പുളിങ്കുന്ന് പോലീസ് കേസെടുത്തു. ഇതോടെ നെൽകർഷകർ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുകയാണ്. നെല്ല് സംഭരിച്ചാൽ PRSന് തുക 48 മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ടിരിക്കുന്ന കരാറിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയ നെല്ല് സംഭരണത്തിന് തുകയാണ് കർഷകർക്ക് ഇനിയും നൽകാനുള്ളത്. പൊതുവിതരണ വകുപ്പ് മന്ത്രി, കൃഷിമന്ത്രി എന്നിവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക കൂട്ടായ്മയും പുളിങ്കുന്ന് പോലീസിൽ പരാതി നൽകി. സംഭരിച്ച നെല്ലിന്റെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് പാടി ഓഫീസിലെത്തിയ കർഷകർക്ക് മേൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്നാൽ സംഭരിച്ച നെല്ലിന്റെ തുക നൽകാതെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പ് മന്ത്രിമാർക്കെതിരെ കർഷകർ പരാതി നൽകിയിട്ടുണ്ട്. അതിന്മേൽ പുളിങ്കുന്ന് പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നത് വേണം കാത്തിരുന്നു കാണാൻ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം
പുളിങ്കുന്നു നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ തന്നെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശരണ്യ, ഇത് കുട്ടനാട്ടിലെ കർഷകർക്കും അല്ലെങ്കിൽ നെൽകൃഷി ചെയ്യുന്ന പാലക്കാട്ടെ കർഷകർക്കും ഒന്നും ഒരു പുതിയ കാര്യമല്ല. പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ വലിയൊരു കുടിശ്ശിക വരുമ്പോൾ എങ്ങനെ കൃഷി ഇറക്കും, എങ്ങനെ മുന്നോട്ട് പോകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2 മാസം മുന്നേ വരെ സംഭരിക്കാൻ പോലും ആളില്ലാത്ത രീതിയിൽ വലിയ കഷ്ടപ്പാടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പൈസ കിട്ടുന്നില്ല എന്ന ഏറ്റവും പ്രധാന പ്രശ്നത്തിന് മുന്നിൽ പകച്ചു നിൽക്കുക. അതിനിടയിലാണ് ഈ കേസൊക്കെ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അധികൃതരോട് സംസാരിക്കുമ്പോൾ എന്താണ് അറിയാൻ കഴിയുന്നത്? ഇവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം സാധ്യമാണോ? ശ്രീജ, സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് സപ്ലൈകോയുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് PRS വഴി തുക നൽകുന്നതിലുള്ള പ്രതിസന്ധി. കാരണം ബാങ്കുകളിലേക്ക് കൃത്യമായി തിരിച്ചടവ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കപ്പെടുന്നത്. നമുക്കറിയാം, കർഷകർ അവരുടെ അധ്വാനത്തിന്റെ ഫലമായി നെല്ല് അത് സർക്കാരിന് സപ്ലൈകോ വഴി സംഭരിക്കാനായി നൽകിയാൽ പോലും അത് PRS എന്ന വായ്പ എന്നുള്ള രീതിയിലാണ് ബാങ്കുകളിൽ നിന്ന് കർഷകർക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, PRS വായ്പ സർക്കാർ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നായിരുന്നു ആലപ്പുഴയിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത്. കാരണം അദ്ദേഹത്തിന്റെ സിബിൽ സ്കോറിനെ അടക്കം അത് ബാധിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം വായ്പയായി വാങ്ങേണ്ടി വരുന്ന ആളുകളാണ് കേരളത്തിലെ കർഷകർ എന്നുള്ളതാണ്. നമുക്ക് ഇന്നലെ വരെ ലഭ്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം 715,65,70,539 രൂപ കർഷകർക്ക് ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്ക് പ്രകാരം നൽകാനുണ്ട് എന്നുള്ളതാണ്. സപ്ലൈകോയുടെ ആ ഒരു ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. കേരളം മുഴുവനുള്ള കണക്കാണ് ഇത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഒട്ടും ലാഭകരമായ ഒന്നല്ല. എന്നിട്ടും കുട്ടനാട് അടക്കമുള്ള പാലക്കാട് അടക്കമുള്ള മേഖലകൾ ഇപ്പോഴും നെല്ലറയായി പ്രവർത്തിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഈ ഒരു ഇടവേള എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി കർഷകർക്ക് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഫെബ്രുവരിയിൽ തുടങ്ങിയ നെല്ല് സംഭരണത്തിന്റെ പണമാണ് ഇത്രയും നാളായിട്ട്, ഇന്നിപ്പോൾ ജൂലൈ മാസമായിട്ടും കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്തൊരു കൃഷിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ കർഷകൻ കടം മേടിച്ചാണ് പലയിടത്തും പല കൃഷിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. ഈ ഒരു പൈസ കിട്ടി വരുമ്പോൾ ഈ കടം മേടിച്ച പൈസയുടെ പലിശ അടക്കം കൊടുത്തു വരുമ്പോൾ കർഷകർക്കൊന്നും കിട്ടാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ സർക്കാരിന്റെ നെല്ല് സംഭരണം വൈകുന്ന ഘട്ടത്തിൽ സ്വകാര്യ മില്ലുടമകളുടെ ഭാഗത്തു നിന്ന് കർഷകർ ചൂഷണം നേരിടുന്നു. അവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി നമുക്കറിയാം, കേരളത്തിലെ കാലാവസ്ഥ പ്രവചിക്കാനാകില്ല. കൊയ്തിടുന്ന പാടശേഖരത്തിൽ നിന്ന് നെല്ലെടുക്കാൻ പരമാവധി വൈകിപ്പിക്കുകയും ഒരു കാലാവസ്ഥ വ്യതിയാനം വരുന്ന ഘട്ടത്തിൽ ഇതിന്റെ ഈർപ്പമടക്കം കൂടുതലായി കാണിച്ചുകൊണ്ട് വലിയ കിഴിവ് സ്വകാര്യ മില്ലുടമകൾ വാങ്ങുകയും ചെയ്യുന്നു. ആ ഒരു ചൂഷണം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് കൃത്യമായി എടുത്ത നെല്ലിന്റെ പണം കൊടുക്കാനായി വൈകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് വലിയ പ്രതിസന്ധി കുട്ടനാട്ടിലെ കർഷകരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത്. ഇപ്പോൾ അതൊരു മോശം സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസം മങ്കൊമ്പിലെ കർഷകർ പാടി ഓഫീസിൽ പ്രതിഷേധവുമായി എത്തി. അവരുടെ പണം കിട്ടാത്തതിനെ സംബന്ധിച്ച് വിശദീകരണം. കാരണം ബാങ്കിൽ ചെല്ലുമ്പോൾ ഈ PRSന്റെ വായ്പയായി പണം വാങ്ങുന്നതിന് ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്ക് അധികൃതർ ഇവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. തങ്ങൾക്ക് പണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഇൻസൾട്ട് ചെയ്ത് ഇറങ്ങിപ്പോരേണ്ട ഒരു അവസ്ഥയാണ് കർഷകർക്കുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ഇവർ പാടി ഓഫീസിൽ കഴിഞ്ഞ ദിവസം കർഷകർ ഒന്നിച്ചുകൂടി ഈ പാടി ഓഫീസിലെത്തി. അപ്പോൾ ഈ 3 പാടി ഓഫീസർമാരുള്ള അവിടെ 3 പേരും കർഷകരെ കാണാനായി തയ്യാറായില്ല എന്നുള്ളതാണ്. അവർ അവധിയിലായിരുന്നു എന്നുള്ള മറുപടിയാണ് നൽകിയത്. വൈകിട്ട് 5 മണി വരെ കർഷകർക്ക് അവിടെ ഇരിക്കേണ്ട സാഹചര്യം വന്നു. സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന ജോലി ഒന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല. അവർ അവിടെ ഇരുന്ന് പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പുളിങ്കുന്ന് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷകർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മറ്റൊരു തലത്തിലേക്ക്, അതായത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന കർഷകരെ ഒരു നിയമ നടപടികളിലേക്ക് കൂടി കുരുക്കിക്കൊണ്ട് ഒരു പ്രകോപനപരമായ ഒരു ഇടപെടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അത്തരമൊരു പ്രതിഷേധത്തിന്റെ പ്രതിഫലനം കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ കാണും എന്ന് തന്നെ നമുക്ക് കരുതാനാകും. മറ്റൊന്ന്, ഈ പണം നൽകുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ അടുത്ത കൃഷിയിലേക്ക് കടക്കേണ്ട സമയമായി. അതിന്റെ പമ്പിംഗ് ലേല നടപടികളിലേക്ക് കടക്കേണ്ട ഘട്ടത്തിൽ പോലും കർഷകർക്ക് പണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് എങ്ങനെയാണ് ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും എന്നുള്ള ചോദ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതിനുള്ളൊരു മറുപടി നൽകാൻ സപ്ലൈകോ മന്ത്രിക്കോ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ കൃഷി മന്ത്രിക്കോ, ജില്ലയിൽ തന്നെയാണ് കൃഷിമന്ത്രി ഉള്ളത്, കൃഷി മന്ത്രിക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ തന്നെ പ്രധാനപ്പെട്ടതായി അവർ പറയുന്നത്, തങ്ങൾക്ക് എതിരെ, അതായത് തങ്ങൾക്ക് അവകാശപ്പെട്ട
സർക്കാർ നെല്ല് നൽകിയതിനു ശേഷമുള്ള പണം കിട്ടുന്നതിന് ആവശ്യമായുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാടി ഓഫീസിലേക്ക് എത്തിയ കർഷകർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തങ്ങളുടെ പണം കൃത്യമായി നൽകേണ്ട, അതായത് 48 മണിക്കൂറിനുള്ളിൽ കരാർ പ്രകാരം ഈ പണം കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ കരാർ പ്രകാരമുള്ളത്. അങ്ങനെ പണം നൽകാത്ത ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി നയിക്കുന്ന സർക്കാർ, ഒപ്പം തന്നെ സംസ്ഥാനത്തെ പൊതുവിതരണ വകുപ്പ് മന്ത്രി, ധനമന്ത്രി, കൃഷി മന്ത്രി എന്നിവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുളിങ്കുന്ന് പോലീസിൽ കർഷകരും ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ പ്രതിസന്ധി നേരിടുന്ന 2 കർഷകർ തത്സമയം ചേരുന്നുണ്ട്. ശ്രീമതി റെജിനയും ഒപ്പം ശ്രീ സോണിച്ചൻ പുളിങ്കുന്നും. ശ്രീ സോണിച്ചൻ, ഇപ്പോൾ ശരണ്യ പറഞ്ഞു നിർത്തിയത് നിങ്ങൾ സ്റ്റേഷനിൽ പരാതിയുമായി പോകുന്ന ഒരു സാഹചര്യം. ഇത് കുട്ടനാട്ടിലെ കർഷകർക്കൊരു പുതിയ കാര്യമല്ല. എല്ലാ വർഷവും ഇതേ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അതിനിടയിൽ കാലാവസ്ഥ തിരിച്ചടിയാവുന്ന പ്രശ്നങ്ങളുണ്ടാകും, മില്ലുടമകളുടെ സമ്മർദ്ദം ഉണ്ടാകും. അങ്ങനെ ഒരു 365 ദിവസവും ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണ് പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ കർഷകർ. ഇപ്പോൾ സർക്കാരിന് മുന്നിൽ വലിയ പ്രതിസന്ധിയുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഈ സാഹചര്യമൊക്കെ നമുക്കറിയാം. ഏത് തരത്തിൽ മന്ത്രി നിങ്ങളുടെ ജില്ലയിൽ നിന്ന് തന്നെ ഉള്ള ഒരാളൊക്കെയാണ്, പക്ഷേ നിങ്ങളുടെ ഇടപെടൽ, ആവശ്യം, അഭ്യർത്ഥന ഇതൊന്നും ഫലം കാണാത്ത ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? ഞങ്ങള് സത്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയോ മറ്റു മന്ത്രിമാർക്കെതിരെയോ പരാതിയുമായിട്ടോ കേസ് കൊടുക്കാനായിട്ടോ പോയവരല്ല. ഞങ്ങൾ പോയത് പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ ഞങ്ങളുടെ നെല്ലിന്റെ വില തരാൻ എന്താണ് അമാന്തം എന്നറിയാനായിട്ടാണ്. ഞങ്ങള് ഫെബ്രുവരി മാസം മുതൽ നെല്ല് സംഭരണം ആരംഭിച്ചു, ജൂണിൽ അവസാനിച്ചു. സപ്ലൈകോയുടെ തന്നെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഇന്നിപ്പോൾ തരാനായിട്ടുള്ളത് 696 കോടി രൂപയാണ്. ഈ പൈസ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചതും കൊള്ളപ്പലിശയ്ക്ക് കടം മേടിച്ചതും മുടക്കിയതാണ്. ഞങ്ങളുടെ പാടശേഖരങ്ങളിൽ വേലയെടുത്ത തൊഴിലാളികൾക്ക് ഞങ്ങൾ വരമ്പത്ത് കൂലി കൊടുത്തവരാണ്. ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് മറ്റു മാർഗമില്ല. ഞങ്ങൾ പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ പോയത് ഞങ്ങളുടെ പണം ചോദിക്കാനാണ്. ഞങ്ങള് അവിടെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. അവസാനം ഞങ്ങൾ ചെന്നപ്പോ 3 പാടി മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥന്മാരുള്ള അവിടെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാനായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഗവൺമെന്റ് അന്വേഷിക്കണ്ടേ? ഒരു ഓഫീസിൽ നിന്ന് 3 പാടി മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥർ ഒരേ സമയം മാറി നിൽക്കുന്നുവെങ്കിൽ ഞങ്ങളോടുള്ള മനോഭാവം എന്താണ്? ഞങ്ങള് വിറ്റ നെല്ലിന്റെ പണം ആവശ്യപ്പെട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളോട് ഇത് എത്രമാത്രം നീതിയുക്തമാണ്? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇവിടുത്തെ പൊതുസമൂഹം. ഞങ്ങൾക്ക് ഞങ്ങളുടെ നെല്ലിന്റെ വില തരുന്നത് ബാങ്ക് ലോണായിട്ടാണ്. വേൾഡില് ലോകത്തൊരിടത്തും ഇല്ലാത്ത ഒരു പ്രതിഭാസമാണ്. ഒരു ഉൽപ്പന്നം വിറ്റാൽ ആ ഉൽപ്പന്നത്തിന്റെ വില ബാങ്ക് ലോണായിട്ട് 3-4 മാസങ്ങൾക്ക് ശേഷം വാങ്ങേണ്ടി വരുന്ന ദുരവസ്ഥ. ഈ നെല്ലിന്റെ വിലയ്ക്കായി പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ ഞങ്ങൾ ചെന്നതിന് ഞങ്ങൾക്കെതിരെ കേസ് എടുത്തതിന് ശേഷം പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഞങ്ങൾ ഈ പരാതി കൊടുത്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു വിഷയം അറിയണം, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അറിയണം, കൃഷി വകുപ്പ് മന്ത്രി അറിയണം, ഇതിന്റെ പണം വിതരണം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അറിയണം. എന്താണ് ഈ പണം തരാൻ ഇത്ര അമാന്തം? പണം ചോദിച്ചു തന്ന കർഷകരെ അവർക്കെതിരെ കേസെടുക്കുന്നുവെങ്കിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ശരി. ശ്രീമതി രചന, നിങ്ങൾ ഇപ്പം എത്രത്തോളം നെല്ല് കൊടുത്തിട്ടുണ്ട്? എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്? ഈ സാധാരണഗതിയിൽ സംഭരിച്ച നെല്ലിന്റെ പൈസ കിട്ടാൻ കുറച്ച് താമസമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിങ്ങനെ നീണ്ടു പോകുമ്പോൾ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നത് സംഭരണം നിർത്തിവെച്ച് സംഭരിക്കാത്തതിലായിരുന്നു പ്രശ്നം. അത് കഴിഞ്ഞ് ഇപ്പം ഈ കഴിഞ്ഞ സമയത്ത് മഴയാണ്, മുഴുവൻ സമയവും മഴയാണ്. അത് മില്ലുടമകൾ അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എത്രത്തോളം പൈസ കിട്ടാനുണ്ട്? ഇതിപ്പോൾ ഇങ്ങനൊരു കേസ് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രതികാര നടപടിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. 696 കോടിയോളം രൂപ കർഷകർക്ക് നൽകാനുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം 5 മാസക്കാലം വരുമാനമില്ലാതെയാണ് അവൻ കൃഷി ചെയ്യുന്നത്. 1 രൂപ പോലും നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്നില്ല. പണയം വാങ്ങി വെച്ചും പലിശയ്ക്ക് പൈസ എടുത്തും തന്നെയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. അതിനുശേഷം 4 മാസം കൂടി ഞങ്ങളെ വരുമാനമില്ലാത്തവരാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, 9 മാസം വരുമാനമില്ലാതെ കേരളത്തിലെന്നല്ല ലോകത്ത് ആർക്ക് ജീവിക്കാൻ സാധിക്കും? ഒരാഴ്ചയോ 2 ആഴ്ചയോ പണിയില്ല മനുഷ്യർക്ക് ജീവിക്കാം. 9 മാസം വരുമാനമില്ലാതെ വരുമ്പോൾ കടയിൽ
മിക്കവാറും കർഷകരും ഇന്ന് രാവിലെ തന്നെ ഒരു കർഷക വിളിച്ചു പറഞ്ഞത് 70 രൂപയോളം എന്ന് വെച്ചാൽ ആ കൃഷി തുടങ്ങി അന്ന് തൊട്ട് തുടങ്ങിയ പറ്റ 70 രൂപയോളം കടയിൽ പറ്റായി, അരി മേടിക്കാൻ കാശില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അന്നം ഉണ്ടാക്കുന്നവൻ അരി മേടിക്കാൻ കാശില്ലാത്ത അവസ്ഥ ഈ ലോകത്തെവിടെ കാണും? അതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളോട് പ്രതികാര ബുദ്ധിയോട് പെരുമാറാനായിട്ട് ഞങ്ങൾ ആരും പ്രതികാര ബുദ്ധിയോടെ അല്ല അവിടെ ചെന്നത്. ഞങ്ങള് പിറ്റേന്ന് കോട്ടയത്തും സമരം ഉണ്ടായിരുന്നു. കുറിച്ചി പാടശേഖരത്തെ കുറച്ച് കർഷകർ, അവിടെയും പാടി ഓഫീസർമാർ നിവേദനം സ്വീകരിക്കാനായിട്ടില്ല, അവിടെയും പേയ്മെന്റ് ഓഫീസർ മാത്രമാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ അരാജകത്വം അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. നമ്മൾ വിവരങ്ങൾ പറയാൻ ചെന്നാൽ ഓഫീസിൽ ഓഫീസേഴ്സ് ഇല്ല, ഞങ്ങളെ പരിഗണിക്കുന്നില്ല, നെൽകർഷകരാണെങ്കിൽ അവരോട് എന്തുവാകാം എന്നുള്ള നിലപാടാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ അവർക്ക് കൂട്ടായ്മയില്ലായിരുന്നു. ഇന്നൊരു കൂട്ടായ്മയുണ്ട്. തീർച്ചയായും ഈ പ്രതികാര നടപടികൾ എന്ത് ചെയ്താലും ഞങ്ങൾ പുറകോട്ട് പോവുകയില്ല. കാരണം ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ കുട്ടികളെ ഉപരിപഠനത്തിനായിട്ട് അയക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുവാനോ ഞങ്ങളുടെ ജീവിച്ചു നിൽക്കുകയാണ്. യാതൊരു രീതിയിലുള്ള മുന്നോട്ട് പോക്കും ഇല്ലാതെ സ്തംഭിച്ചു നിൽക്കുകയാണ്. 5 വർഷക്കാലമായി ശ്രീമതി രചന, സർക്കാർ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ നമുക്കും അറിയാലോ. നമ്മൾ കേട്ടും കണ്ടും വായിച്ചുമൊക്കെ അറിയുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് വലിയ രീതിയിൽ പൈസ കിട്ടാനുണ്ട്, ഈ നെല്ല് സംഭരണത്തിന്റെ പൈസ കിട്ടാനുണ്ട് എന്നാണ് ഇപ്പോഴും സർക്കാർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു തുക സർക്കാരിന് തന്നു തീർക്കാനുള്ള ഒരു പ്രതിസന്ധി സപ്ലൈകോ ആയും ഒക്കെ നേരിട്ട് സംസാരിക്കുമ്പോൾ എന്താണ്, അവർ സമയം ചോദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊരു മറുപടി ഉണ്ടോ? എപ്പോഴത്തേക്ക് തരാൻ പറ്റും? അങ്ങനെ ഒരു മറുപടി ഉണ്ടോ? ഞങ്ങൾ മങ്കൊമ്പ് പാടി ഓഫീസിൽ ചെന്നിരുന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു 5 വർഷമായി ഓഡിറ്റിംഗ് നടത്തിയിട്ട് എന്ന്. അതിന് ഉത്തരവാദികൾ ഞങ്ങളാണോ? അല്ലല്ലോ. സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കർഷകന്റെ മേൽ കുറ്റം കെട്ടിവെക്കുകയാണോ ചെയ്യേണ്ടത്? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എന്ത് കാര്യത്തിനാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത്? MLA-മാരുടെ ശമ്പളം മുടങ്ങുന്നുണ്ടോ? മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങുന്നുണ്ടോ? അവരുടെ എന്തെങ്കിലും ആർഭാടങ്ങൾക്ക് കുറവ് വരുന്നുണ്ടോ? നമ്മൾ പറഞ്ഞല്ലോ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ PSC മെമ്പേഴ്സിന്റെ ശമ്പളം കൂട്ടിയത് നമ്മൾ കണ്ടതല്ലേ. ഈ കർഷകന് 1 ഏക്കർ കൃഷി ചെയ്യുന്ന കർഷകന് അവന്റെ പണം 5 മാസം വരുമാനമില്ലാത്തവർക്ക് തരാനില്ല. എന്നിട്ട് ശമ്പളങ്ങൾ കൂട്ടുന്നു. അതിനൊന്നും നമ്മളൊന്നിനും എതിരല്ല, ചെയ്തോട്ടെ. സാമ്പത്തിക അടിത്തറ ഇല്ല, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? നമ്മുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെലവ് ചുരുക്കും. അങ്ങനെയാണോ ചെയ്യുന്നത്? ഇവിടെ ഇതാണോ നടക്കുന്നത്? കേരളത്തിൽ നടക്കുന്നത് അതാണോ? അല്ലല്ലോ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? എല്ലാ കാര്യങ്ങൾക്കും കാശുണ്ട്, കർഷകന്റെ പണം നൽകാൻ പറയുമ്പോൾ അതിന് മാത്രം സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് പറയുന്നില്ല. എവിടെയാ ന്യായം? ഒന്ന് ചിന്തിച്ചു നോക്ക്. പൂർണ്ണമായും യോജിക്കുന്നുണ്ട്. ശ്രീ സോണിച്ചൻ, ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് എന്തായാലും സർക്കാരിന് ഈ പണം തന്നു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ സമാധാനപരമായി നിങ്ങളോടൊന്ന് സംസാരിക്കാനെങ്കിലും തയ്യാറാവേണ്ടതുണ്ട്. നിങ്ങൾക്കെതിരെ ഒരു നടപടിയെടുത്ത് അവിടെ സമാധാനമായി കാര്യങ്ങൾ സംസാരിക്കാൻ ചെന്നവർക്കെതിരെ കേസെടുക്കുന്നതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാനോ അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? സത്യത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറഞ്ഞു സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന്. നമ്മളൊന്ന് മനസ്സിലാക്കണം, നെല്ല് സംഭരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് MSP പ്രകാരമുള്ള തുക സംസ്ഥാന ഗവൺമെന്റിന് നൽകുന്നുണ്ട്. ആ പണം കൂടാതെ നെല്ല് സംഭരിക്കുന്നതിന്റെ പേരിൽ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ നൽകുന്നത് 1 കിലോ നെല്ലിന് 5 രൂപ 20 പൈസയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു നിലപാട് സപ്ലൈകോയ്ക്ക് ഏതാണ്ട് 2049 കോടി രൂപയോ മറ്റോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. ആ പണം കിട്ടാത്തത് കൊണ്ടാണ് ഈ പ്രതിസന്ധി എന്നാണല്ലോ സർക്കാരിന്റെ നിലപാട്. നോക്കൂ, ഗവൺമെന്റ് ആയിക്കോട്ടെ സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ, എന്തിനും ഏതിനും കണക്ക് സമർപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 5 വർഷമായി ഓഡിറ്റ് ഇല്ലാതെ ഒരു സംഭരണം മുന്നോട്ട് അല്ലെന്നുണ്ടെങ്കിൽ അത് നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനും അത് ചോദിച്ചു വാങ്ങേണ്ടതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനും ഉണ്ട്. നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടെ ഊർജ്ജസ്വലതയോടെ ഇടപെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനോട് പറയേണ്ടത്, നിങ്ങൾ കണക്ക് സമയബന്ധിതമായി തരൂ, കർഷകന്റെ പണം ഞങ്ങൾ തരാം. ഈ മാഡം മുമ്പ് പറഞ്ഞ ഈ 2000 ചില്ലാനും കോടി രൂപ അത് സപ്ലൈകോയ്ക്ക് കിട്ടാനുള്ള തുകയാണ്. സർക്കാർ, ഞാൻ ചെറുതായി എനിക്കൊരു തെറ്റിദ്ധാരണ വന്നതാണ്. ഇത് സപ്ലൈകോയ്ക്ക് ഇത്രയും പണം കിട്ടാനുണ്ട് എന്നാണ് സപ്ലൈകോ പറയുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് സപ്ലൈകോയ്ക്ക് കിട്ടാനുള്ള പണമാണ് ഈ 2049 കോടി രൂപ. ഞങ്ങൾക്ക് നെല്ല് സംഭരിച്ച വകയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന 1108 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് നൽകാനുള്ളത്. എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത് 940.12 കോടി രൂപയാണ് ഈ ഞങ്ങൾക്ക് സ്റ്റേറ്റ് തരുന്ന പ്രൊഡക്ഷൻ ഇൻസെന്റീവിന്റെ കെയർ ഓഫിൽ.
ഇത്തവണ 302 കോടി രൂപയാണ് ഈ സംഭരണ സീസണിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു വർഷത്തെ നെല്ല് സംഭരണത്തിനായി നൽകേണ്ടത്. ഈ 302 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, സപ്ലൈകോയുടെ വെബ്സൈറ്റിൽ കയറി 609.66 കോടി രൂപ ഇപ്പോഴും കൊടുത്തു തീർക്കാനുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് നൽകാനുള്ള തുക നൽകിയിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി പരിഹരിക്കും. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇവിടെ കേന്ദ്രം തരുന്ന കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകളിൽ നിന്ന് ലോൺ മേടിക്കുന്ന സംവിധാനം ഒരുക്കിയത്. ആ കേന്ദ്രം തരുന്ന പണം അതേപടി ബാങ്കുകൾക്ക് കൊടുത്താൽ ഈ പ്രതിസന്ധി തീർന്നു. സംസ്ഥാന ഗവൺമെന്റ് അഡീഷണൽ ആയിട്ട് തരുന്ന പ്രൊഡക്ഷൻ ഇൻസെന്റീവിന് വളരെ ഓരോ വർഷവും ചെല്ലുന്തോറും ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, കഴിഞ്ഞ 5 പ്രാവശ്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് 501 പൈസയാണ് വർദ്ധിപ്പിച്ചത് 1 കിലോ നെല്ലിൽ. ആ പണം മുഴുവൻ സംസ്ഥാന ഗവൺമെന്റ് കവർന്നെടുക്കുകയാണ് ചെയ്തത്. ഈ സീസണിൽ മാത്രം ഞങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന 9 രൂപ 52 പൈസയിൽ നിന്ന് 4 രൂപ 32 പൈസയാണ് സംസ്ഥാന ഗവൺമെന്റ് കവർന്നെടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ 262 കോടി രൂപ കേന്ദ്ര നെല്ലിന്റെ വില വർദ്ധിപ്പിച്ചതിൽ സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങളുടെ മുഖാന്തരം നേട്ടം കൊയ്തിരിക്കുകയാണ്. എന്നിട്ടും ഞങ്ങൾ കടക്കാരാകപ്പെടുകയാണ്. ഇവിടെ തെറ്റായിട്ടുള്ള ഒരു പ്രചരണം നടത്തുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് എന്തോ വാരിക്കോരി കർഷകന് നൽകുന്നുണ്ടെന്ന്. 2023 മുതൽ എത്രയോ സ്കീമുകൾ നിന്ന് കിടക്കുകയാണ്. ഏറ്റവും പരമപ്രധാനമായി ഇവിടെ സൂചിപ്പിക്കേണ്ട ഒരു വിഷയം, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. കർഷകർക്ക് നഷ്ടം സംഭവിച്ചാൽ അതിന് നഷ്ടപരിഹാരം ലഭിക്കുന്നത്. ആ പദ്ധതി 2023 ഖാരിഫ് സീസൺ മുതൽ നിന്ന് കിടക്കുകയാണ്. അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇൻഷുറൻസ് കമ്പനിക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകേണ്ട പോളിസിയുടെ ഇൻഷുറൻസിന്റെ പ്രീമിയത്തിന്റെ വകയിൽ 81 കോടി രൂപ അവർക്ക് നൽകാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാൽ പോലും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ മേലാത്ത അവസ്ഥയാണ്. ഞങ്ങൾ നെല്ല് വിറ്റാൽ അതിന് പൈസയില്ല. നഷ്ടം സംഭവിച്ചാൽ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഞങ്ങൾ മുടക്കിയിട്ടും ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടാത്ത ഒരു വളരെ ദുരവസ്ഥയിലേക്ക് പോകുന്നു. കൂടാതെ സംസ്ഥാന ഗവൺമെന്റ് നൽകേണ്ട ഒട്ടുമിക്ക സബ്സിഡികളും ആനുകൂല്യങ്ങളും നിന്ന് കിടക്കുകയാണ്. കിളിർക്കുന്ന വിത്ത് കിട്ടിയാൽ ഞങ്ങൾക്ക് വലിയ ലോട്ടറിയാണ്. ഇപ്പൊ നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നുണ്ട്, സംഘടിത ശക്തികളായി കർഷകർ വരുന്നു, അവർ ഒരു വലിയ ശക്തിയായി നിൽക്കുന്നു. കേരളത്തിൽ ഈ നെൽ കർഷകർ എന്ന് പറയുന്ന വിഭാഗം ഒരു സംഘടിത ശക്തി അല്ലാത്തത് കൊണ്ടാണോ ഇനിയിപ്പം സർക്കാർ ഇങ്ങനെ നിരന്തരം ഈ വിഷയത്തിൽ ഒരു അനാസ്ഥയോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കണമെന്ന് കരുതുന്നു? മുഖ്യമന്ത്രിക്ക് അറിയാത്തതല്ലോ, അല്ലെങ്കിൽ ഭക്ഷ്യമന്ത്രിക്ക് അറിയാത്തതല്ലോ. സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിലൊന്നായ കൃഷി, അവിടെ ഉണ്ടാവുന്ന ഈ പ്രതിസന്ധിയും ഈ പണം നൽകാത്തതൊന്നും ഇവർക്കാർക്കും അറിയാത്തതൊന്നും അല്ലല്ലോ. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് മാഡം ചോദിച്ചത്. എന്തുകൊണ്ട് സംഘടിതരാകുന്നില്ല? നോക്കൂ, നമ്മുടെ കാരണവന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അളമുട്ടിയാൽ ചേരുമെന്ന് പറഞ്ഞ്. ആ ഒരു അവസ്ഥയിൽ ഇന്ന് നെൽകർഷകർ എത്തി നിൽക്കുകയാണ്. നമ്മളുടെ സംസ്ഥാനത്ത് 8.25 ലക്ഷം ഹെക്ടർ പ്രദേശത്ത് നെൽകൃഷി ഉണ്ടായിരുന്ന ഇന്ന് ചുരുങ്ങി ഏകദേശം 1.5 ലക്ഷം ഹെക്ടറിലേക്ക് വന്നിരിക്കുകയാണ്. ഈ രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ തുടക്കത്തിൽ 4 ലക്ഷത്തോളം ഉണ്ടായിരുന്ന നെൽകർഷകർ ഇന്ന് 2,06,000 ചുരുങ്ങിയിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെ ഇനി ഈ രീതിയിലാണ് അവഗണിക്കുന്നതെങ്കിൽ, ജനാധിപത്യത്തിൽ എല്ലാവർക്കും പ്രാധാന്യമുണ്ട്. ഞങ്ങൾ 6 ജില്ലകളിൽ നിർണായകമായിട്ടുള്ള ഒരു നമ്പറാണ് നെൽകർഷകര്. 21 നിയമസഭാ മണ്ഡലങ്ങളിൽ 3000-നും 43,000-നും ഇടയിൽ നെൽകർഷകരുണ്ട്. ഇനി ഞങ്ങളെ പരിഗണിക്കുന്നവരെ, ഞങ്ങളെ ചേർത്ത് നിർത്തുന്നവരെ ഞങ്ങളും തിരിച്ചു പരിഗണിച്ചാ പോരെ? ജനാധിപത്യത്തിൽ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങളും പ്രതികരിക്കുന്നേ. കാരണം ഞങ്ങൾ നെല്ലിന്റെ വില ചോദിച്ചു വന്നാൽ ഞങ്ങൾക്ക് തരുന്ന നെല്ലിന്റെ വിലയല്ല, പകരം കേസാണെങ്കിൽ, എന്നിട്ട് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്കെതിരെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് പൈസയേ ഉള്ളൂ, അതടച്ചാൽ മതി, ഫൈൻ അടച്ചാൽ മതി. ആ ഫൈൻ അടയ്ക്കണമെങ്കിൽ പോലും ഞങ്ങൾ അവസ്ഥയാണ്. തീർച്ചയായും താങ്കൾ ഈ പറയുന്ന വികാരം അതേപടി മനസ്സിലാക്കുന്നു. കാരണം സംസ്ഥാനത്ത് നെൽകർഷകർ ഈ ദുരിതം ഒരു വർഷം മുഴുവൻ നീളുന്ന ദുരിതമാണ്. അത് കൃഷി ഇറക്കുന്നത് തൊട്ട് വിളവ് കഴിഞ്ഞ് സംഭരണം കഴിഞ്ഞ് ആ പണം തിരിച്ചു കിട്ടാതെ, നേരത്തെ ശ്രീമതി രജന പറഞ്ഞതുപോലെ 9 മാസം ഒരു വരുമാനവും ഇല്ലാതെ എങ്ങനെ കഴിയും എന്ന ചോദ്യം സർക്കാരിന്റെ ചെവിയിലേക്ക് തന്നെയാണ് എത്തേണ്ടത്, ഭക്ഷ്യവകുപ്പിന്റെ ചെവിയിലേക്കാണ് എത്തേണ്ടത്. ഞങ്ങൾക്ക് കിട്ടുന്നില്ല പണം, അതുകൊണ്ടാണ് നൽകാൻ കഴിയാത്തതെന്ന് പറഞ്ഞാലും അനുഭവിക്കുന്ന കർഷകരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വിശദമായി തന്നെ നമുക്ക് ഈ വിഷയത്തിലേക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്കും വരാം. ശരണ്യ അതിന്റെ വിശദാംശങ്ങൾ ഇനിയും നൽകുക തന്നെ ചെയ്യും. വളരെ നന്ദി ശ്രീമതി രജന, ഒപ്പം ശ്രീ സോണിച്ചൻ ഞങ്ങളോടൊപ്പം എത്തിയതിനും ഇക്കാര്യങ്ങൾ സംസാരിച്ചതിനും. എന്തായാലും പരാതി പറയാൻ ചെന്ന അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കാൻ ചെന്നവർക്ക് നേരെ കേസെടുക്കുന്ന തരത്തിൽ പോകുമ്പോൾ സംഘടിതരായി തങ്ങളുടെ ശബ്ദം കൂടി ഉയർത്തും എന്ന് തന്നെയാണ് കർഷകരും പറയുന്നത്.
എറണാകുളത്ത് രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ ലോറിയിലെത്തിയത് കവർച്ചാ സംഘമെന്ന സംശയം. പോലീസ് നടത്തിയ പരിശോധനയിൽ രാജസ്ഥാൻ സ്വദേശികളായ 2 പേരെ പിടികൂടി. ഒരാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. കണ്ടെയ്നർ ലോറി നെട്ടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നവമി വിവരങ്ങളുമായി. നവമി, എന്താണ് വിശദാംശങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് ഈ കണ്ടെയ്നർ ലോറിയിൽ എത്തിയവരെ പരിശോധിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്തായാലും ഒരു സിനിമാ കഥയെ പോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ നെട്ടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ പുലർച്ചെ നെട്ടൂർ പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നുണ്ട്. ഊട്ടിയിൽ നിന്നും കാർ മോഷ്ടിച്ച സംഘം ഒരു കണ്ടെയ്നർ ലോറിയിൽ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ടെന്ന്. ഇതിന്റെ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഒരു കണ്ടെയ്നർ ലോറി, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാം, ഈ ലോറി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പോലീസ് ഇത് തടഞ്ഞു നിർത്തി പരിശോധിച്ചു. ഇതിൽ പരിശോധിച്ചപ്പോൾ ഇതിന്റെ ഉള്ളിൽ കാർ ഉണ്ടായിരുന്നില്ല, AC-യും അങ്ങനെ കുറച്ച് സാധനങ്ങളും അതോടൊപ്പം ഒരു ഗ്യാസ് കട്ടറും ഉണ്ടായിരുന്നു. ഇതാണ് പോലീസിന് സംശയമുണർത്തിയത്. ഉടനെ തന്നെ പോലീസ് ഇതിലുണ്ടായിരുന്ന 3 പേരെ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. 3 രാജസ്ഥാൻ സ്വദേശികളാണ്. ഈ 3 പേരെയും പിടികൂടി നെട്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. സ്റ്റേഷനിലെത്തിച്ചപ്പോൾ പുലർച്ചെ 1 മണി കഴിഞ്ഞപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇതിൽ 3ാമത്തെ ഒരാൾ ബാത്റൂമിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയും സ്റ്റേഷന്റെ ഉള്ളിലെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ബാത്റൂമിന്റെ ഉള്ളിലെ ജനൽ പൊളിച്ച് ഇയാൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. അങ്ങനെ 3ാമത്തെ ഒരാൾക്കായി വേണ്ടിയിട്ടുള്ള അന്വേഷണം നെട്ടൂർ പോലീസ് ഊർജിതമായി തുടരുകയാണ്. മറ്റ് 2 പേരും ഇപ്പോൾ നെട്ടൂർ പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതാരാണ്, ഇവർ പിടിയിലായത് ആരൊക്കെയാണ്, ഇവർ എന്താണ് ഈ വാഹനത്തിൽ കടത്തിയത്? കാർ അങ്ങനെയാണെങ്കിൽ കാർ ഈ കണ്ടെയ്നറിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ കാർ മറ്റെവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടാണോ ഇവർ ഈ ലോറിയുമായി പിന്നീട് ഈ കൊച്ചിയിലേക്ക് വന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ നിന്നാണ് ഒരു പ്രതി ഓടി രക്ഷപ്പെട്ടതെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. മറ്റെന്തെങ്കിലും തരത്തിലുള്ള എവിടെ നിന്നാണ് ഇവർ ഈ കാർ മോഷ്ടിച്ചത്? ഇത്രയും വലിയൊരു കണ്ടെയ്നറിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത് വലിയൊരു സംഘമായിട്ടാണോ ഇവർ പ്രവർത്തിക്കുന്നത്? അങ്ങനെ നിരവധി കാര്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ശ്രീജ, എന്തായാലും ഇപ്പോൾ പോലീസ് നെട്ടൂർ പോലീസ് സ്റ്റേഷന് ഈ ലോറി പിടിച്ച് ഇട്ടിരിക്കുകയാണ്. മറ്റ് 2 പേരെയും സ്റ്റേഷനുള്ളിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഓടിയ 3ാമനായി പോലീസിന്റെ അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി പറഞ്ഞത് കറക്റ്റാണ്. ഒരു സിനിമാ കഥയെ ഒക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ത്രില്ലറാണ് ഇപ്പോൾ നെട്ടൂർ പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ഹൃദയ ചികിത്സയ്ക്കുള്ള സ്റ്റെന്റ് ആശുപത്രികൾക്ക് നൽകിയതിലെ കുടിശ്ശിക ആവശ്യപ്പെട്ട് വിതരണക്കാർ വീണ്ടും സർക്കാരിനെ സമീപിച്ചു. 158 കോടി രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. കമ്പനികൾ ഈ സ്റ്റെന്റ് നൽകുന്നത് നിർത്തിവെച്ചാൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങും എന്നതാണ് അവസ്ഥ. കുടിശ്ശിക തുക ഗഡുക്കളായി നൽകുന്നു എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം. 21 സർക്കാർ ആശുപത്രികളിലാണ് ആൻജിയോപ്ലാസ്റ്റി ചികിത്സ നൽകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇൻഷുറൻസ് പരിരക്ഷയിലൂടെയാണ് സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. റീഇംബേഴ്സ്മെന്റ് തുക സർക്കാരിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വിതരണക്കാർ പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് കൂടുതൽ തുക നൽകാനുള്ളത്, 35 കോടിയോളം രൂപ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി നൽകാനുള്ളത് 30 കോടി. മറ്റ് ആശുപത്രികളിലെ കണക്കുകൾ ഇങ്ങനെ: കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി 21 കോടിയും എറണാകുളം ജില്ലാ ആശുപത്രിയും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയും 14 കോടിയോളം രൂപ വീതവും നൽകാനുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ വരെയുള്ള 41 കോടി 34 ലക്ഷത്തി 16,232 രൂപ കുടിശ്ശിക നിലനിൽക്കുന്നുമുണ്ട്. പർച്ചേസിംഗിന് പകരം കൺസൈൻമെന്റ് വ്യവസ്ഥിതിയിലാണ് വിതരണ കമ്പനികൾ സർക്കാർ ആശുപത്രികളിൽ സ്റ്റെന്റ് വിതരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രോഗിക്ക് സ്റ്റെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം മാത്രമാണ് സർക്കാരിൽ നിന്ന് തുക അനുവദിക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യരംഗത്തെ അവശതയിലാക്കിയിട്ട് നാളുകൾ കുറേയായി. ഇത്തരം അവശതകളെ ചൂണ്ടിക്കാണിക്കുമ്പോഴൊക്കെ അത് സർക്കാർ വിരുദ്ധ നിലപാടായി മാത്രം കാണുവാനാണ് ആരോഗ്യവകുപ്പും മന്ത്രിമാരും ശ്രമിക്കുന്നത്. ഇത്തരം അവശതകളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ആരോഗ്യരംഗത്തെ 1ാം സ്ഥാനത്തിന് പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. ക്യാമറമാൻ ബിബിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സാരംഗ് സുധാകരൻ തന്നെ ചേരുന്നു വിവരങ്ങളുമായി. സാരംഗ്, കേരളത്തെ സംബന്ധിച്ച ആരോഗ്യ മേഖലയിൽ വലിയ വലിയ പ്രതിസന്ധികളുടെ ഓരോരോ ദിവസം ഓരോരോ വാർത്തയായി വരുന്നുണ്ട്. ഇതിപ്പോൾ ആരോഗ്യ വകുപ്പ് ഈ സ്റ്റെന്റ് വിതരണ കമ്പനികൾക്ക് നൽകാനുള്ള തുക ഇനിയും നൽകിയില്ലെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കാൻ പോകുന്നത്? എത്രത്തോളം വലിയ പ്രത്യാഘാതമാവും ഉണ്ടാവുക?
ശ്രീജ, തീർച്ചയായും ഇത്തരത്തിലൊരു വലിയൊരു തുക 158 കോടി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു വിതരണക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന രീതിയിലാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു കൺസൈൻമെന്റ് വ്യവസ്ഥിതിയിൽ ഈ ഒരു സ്റ്റണ്ട് വാങ്ങുമ്പോൾ ഇത്തരത്തിൽ രോഗികളിൽ നിന്നും പണം ഈ രോഗികൾക്ക് ചികിത്സയ്ക്ക് ശേഷം മാത്രമാണ് സർക്കാർ ഈ തുക അനുവദിക്കുന്നത്. അതായത് റീഇംബേഴ്സ്മെന്റ് വ്യവസ്ഥയിലാണ് ആശുപത്രികൾക്ക് ഇത്തരത്തിൽ ഒരു തുക അനുവദിച്ച് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു കാലതാമസം, ചെറിയൊരു കാലതാമസം തുടക്കം തൊട്ടേ ഉണ്ട്. അതിനുശേഷം ഇത്തരത്തിലൊരു വലിയ കാലതാമസം നേരിടുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മാത്രമല്ല, ഈ ഒരു സ്റ്റണ്ട് വിതരണക്കാർ ഇത്തരത്തിൽ ഈ ഒരു സ്റ്റണ്ട് വിതരണം അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരായ ജനങ്ങളെയായിരിക്കും കൂടുതൽ ബാധിക്കുക. അത്തരത്തിലൊരു രീതിയിലേക്ക് മുൻപും ഈ സാഹചര്യം മുന്നോട്ട് പോയിരുന്നു. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റും ഇത്തരത്തിലൊരു പ്രശ്നം മുൻപ് ഉണ്ടായിരുന്നു. അത് പിന്നെ പരിഹരിക്കുകയായിരുന്നു. സർക്കാരിന്റെ വാദം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗഡുക്കളായി പണം നൽകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും അധികം ഒരു കുടിശ്ശിക ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ശ്രീജ, ഇതിപ്പോൾ കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഒരു വലിയ വെല്ലുവിളി വന്നിരുന്നു. സ്റ്റെന്റ് വിതരണം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊരു പ്രതിസന്ധിയായിരുന്നു. പിന്നീടാണ് അത് പരിഹരിച്ചു പോകുന്നത്. ഇത്ര വലിയൊരു ബാധ്യതയുള്ളപ്പോൾ ഈ സ്റ്റെന്റ് വിതരണക്കാരുടെ ഒരു ഗ്രൂപ്പാണുള്ളത്, ഒരു കൺസോർഷ്യം പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ നിലപാട് എന്താണ്? എത്ര നാൾ അവർ ഇത് തുടർന്നു പോകും? അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവുമോ? അങ്ങനെയെങ്കിൽ അത് എപ്പോഴത്തേക്കാണ്? അവരുടെ ആലോചന എന്തൊക്കെയാണ്? നിലവിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കേരളത്തിൽ 21 ആശുപത്രികളിൽ, അതായത് 21 സർക്കാർ ആശുപത്രികളിൽ നിലനിൽക്കുന്നുണ്ട്. അവർ ഇത്തരത്തിൽ മുഴുവൻ കണക്കുകളും എടുത്തതിന് ശേഷമാണ് ഈ ഒരു 158 കോടിയുടെ ഒരു കണക്ക് പുറത്തേക്ക് വന്നത്. നിലവിൽ ഈ ഒരു കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പിനെയും പിന്നെ ആരോഗ്യമന്ത്രിയെയും നേരിട്ട് കാണാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവരെത്തിയിട്ടുള്ളത്. അതിനുശേഷമാകും മറ്റുള്ള നടപടികൾ. അതായത് ഇതിലൊരു തീരുമാനമായില്ലെങ്കിൽ മാത്രമായിരിക്കും മറ്റ് സമര പരിപാടികളിലേക്കും മറ്റും മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. ശ്രീജ, ശ്രീ നിധീഷ് പി കെ ഈ CDMIDയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറാണ് അദ്ദേഹം. ശ്രീ നിധീഷ്, ഇത് ആദ്യമായല്ല. നിങ്ങൾക്ക് പലപ്പോഴും ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയും നിങ്ങൾ ഈ സമ്മർദ്ദം ചെലുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷവും സംഭവിച്ചിട്ടുണ്ട്. പലതവണയും ഇത്തരം വാർത്തകൾ കണ്ടതായി ഓർക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലത്തെ ഒരു അവസ്ഥ എന്താണ്? സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടി, നിങ്ങൾ ഇത്രയും വലിയൊരു തുക നിങ്ങൾക്ക് കിട്ടാനുള്ള സാഹചര്യത്തിൽ, 158 കോടി രൂപ കിട്ടാനുള്ള ഒരു സാഹചര്യത്തിൽ സർക്കാരിനെ സമീപിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു മറുപടി എന്താണ്? നമുക്ക് ഏകദേശം 158.84 കോടിയാണ് ഇത്രയും വർഷത്തെ പേയ്മെന്റ് കിട്ടാനുള്ളത്. അതിൽ തന്നെ 2024 ജൂൺ വരെ 41 കോടി രൂപ പെൻഡിങ് ഉണ്ട്. അപ്പം നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിരുന്നു ഇത്രയും ഹ്യൂജ് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് പാരന്റ് കമ്പനികൾ നമുക്ക് പ്രൊഡക്റ്റ് ക്രെഡിറ്റ് തരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു നമ്മൾ ക്യാഷ് ആൻഡ് ക്യാരി ചെയ്ത ബിസിനസ്സിന് സർക്കാർ ഫിക്സ് ചെയ്ത മാർജിൻ 8% മാർജിനാണ് നമ്മുടെ ബിസിനസ്സിലുള്ളത്. ഇത്രയും ചെറിയൊരു മാർജിനിൽ വെച്ചിട്ട് ഇത്രയും ലോങ് ഔട്ട്സ്റ്റാൻഡിങ് ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ നിരന്തരമായിട്ട് മെഡിക്കൽ സൂപ്രണ്ടിനെയും അതായത് മന്ത്രിയുടെ ഓഫീസിലെല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് പൈസ വരുന്നുണ്ട് എന്ന് പറയാതല്ലാതെ നമുക്ക് അപര്യാപ്തമായിട്ട് ഫണ്ട് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതും നമുക്കൊരു അടിയന്തരമായിട്ട് നമുക്ക് 2024 ജൂൺ 30 വരെയുള്ള ഏകദേശം 42 കോടിയെങ്കിലും അടിയന്തരമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എത്ര നാളത്തെ കുടിശ്ശികയുണ്ട്? ഏതാണ്ട് ഏത് വർഷം തൊട്ടിട്ടുള്ള കുടിശ്ശികയാണ് ഇതിങ്ങനെ റെക്കർ ചെയ്ത് ഇത്രയും എത്തിയിട്ടുള്ളത്? ഇത് നമുക്ക് മെഡിക്കൽ കോളേജ് പല സ്കീമുകളായിട്ടാണ്, കാസും RSBയും ഒക്കെ ആയിട്ടുള്ള സ്കീമാണ്. ഇതിൽ നമുക്ക് 24 മാസം വരെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് നിങ്ങൾക്ക് ഇത് വിതരണം നിർത്തുകയും ഈ ആശുപത്രികളിലെ പ്രവർത്തനത്തേക്ക് അത് ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ്, ഏതാണ്ട് 2 വർഷം മുമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ വരികയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ എത്ര നാൾ കൂടി ഇത് വിതരണം ചെയ്യാൻ കഴിയും? എന്താണ് നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിലെ ഒരു ആലോചന എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ 10ാം തീയതി നമ്മൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടിയിരുന്നു. അതിലാണ് നമ്മൾ ഇതുവരെ കിട്ടാനുള്ള പൈസയുടെ കണക്ക് ഏകീകരിച്ചത്. അത് വെച്ചിട്ട് നമ്മൾ ഈ വരുന്ന ആഴ്ചകളിൽ എല്ലാ DMEയും നമ്മളെ എല്ലാ മെഡിക്കൽ സൂപ്രണ്ടിനെയും മന്ത്രിയുടെ ഓഫീസും ഒക്കെ ബന്ധപ്പെട്ട് ലെറ്റർ കൊടുക്കുന്നുണ്ട്. അനുകൂലമായ ഒരു തീരുമാനം വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് എന്താ ചെയ്യുന്നത് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ടി വരും. കാരണം ഇത്തരത്തിൽ നമ്മൾ ഈ പറഞ്ഞ എമൗണ്ടിന്റെ GST എന്നോ അടച്ചേക്കണം. ഈ കഴിഞ്ഞ മാസത്തെ സെയിലിന്റെ GST അടുത്ത മാസം 20ാം തീയതി നമ്മൾ അടയ്ക്കണം. ഇത്രയും എമൗണ്ടിന്റെ GST നമ്മൾ അടച്ചതാണ്. നമ്മളെ ബാങ്ക് EMI എല്ലാം അടയ്ക്കുന്നതാണ്, എല്ലാം നമ്മൾ അടയ്ക്കുന്നതാണ്. ഈ ഇത്ര ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം ക്ലോസ് ഡൗൺ എന്നുള്ള ലെവലിലേക്ക് പോകേണ്ടി വരും. ശരി,
നിതീഷ് പി കെ ആണ് CDMIDയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറാണ് സംസാരിച്ചത്. പൊതുജന ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ SS ലാൽ നമ്മളോടൊപ്പം പ്രതികരണത്തിന് അയച്ചിരുന്നുണ്ട്. ഡോക്ടർ SS ലാൽ, അവർ അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ അവരെ സംബന്ധിച്ച് ഇത് അവരുടെ ബിസിനസ്സാണ്. 158 കോടിയുടെ കുടിശ്ശിക എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് അല്ല. ഇതിന് തൊട്ട് മുൻപ് നമ്മളെടുത്ത വാർത്ത കാർഷിക മേഖലയിൽ കൊടുക്കാനുള്ള 800ഓളം കോടി രൂപയുടെ നെല്ല് സംഭരണത്തിലെ പൈസയെക്കുറിച്ചായിരുന്നു. അപ്പോൾ സർക്കാരിന് എല്ലാ മേഖലയിലും വലിയ പ്രതിസന്ധിയാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇവർ നിർത്തിക്കഴിഞ്ഞാൽ ആശുപത്രികളുടെ പ്രവർത്തനം പോലും തടസ്സപ്പെടുന്ന ഏറ്റവും സാധാരണക്കാരെ മാത്രമേ അത് ബാധിക്കുകയുമുള്ളൂ. ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഈ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാവും. സർക്കാർ ഇതിനെ ഗൗരവത്തോടെ കാണുന്നില്ലേ? സർക്കാരിന് ഒരു പദ്ധതിയില്ല, അതിലൊരു കാഴ്ചപ്പാടില്ല. ഇത് അടിയന്തരമായിട്ട് ഇടപെടുക എന്ന് പറഞ്ഞാൽ അടിയന്തരമായിട്ട് ഇപ്പോൾ 150 കോടിയുള്ളപ്പോൾ 4 കോടി കൊടുത്ത് ഇവരെങ്കിലും സമാനിപ്പിക്കാൻ നോക്കും. നമ്മളിത് തുടക്കത്തിലേ പറയുന്നത് ആദ്യത്തെ സംഭവമല്ല, വർഷങ്ങളായിട്ട് നടക്കുകയാണ്. അപ്പൊ മന്ത്രി 2 ആഴ്ച മുമ്പ് പറഞ്ഞു പോയ ഒരു കാര്യമുണ്ടല്ലോ, സിസ്റ്റം പ്രശ്നം. ഇതാണ് പ്രശ്നം, സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. നമ്മൾ മൊത്തത്തിൽ സംവിധാനം പഴിച്ചുപോയതുകൊണ്ടാണ്. അതിന്റെ ലക്ഷണം കാണും. ഇപ്പൊ നമുക്ക് ക്യാൻസർ രോഗം വന്നാലും പനി വരും, ക്ഷയരോഗം വന്നാലും പനി വരും. അപ്പൊ പനി എന്ന രോഗലക്ഷണമാണ്. അപ്പൊ അത് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മൊത്ത സിസ്റ്റത്തിന്റെ ലക്ഷണങ്ങൾ. അതുകൊണ്ടാണ് മതിലിടിഞ്ഞ് വീണ് മനുഷ്യർ മരിച്ചു പോകുന്നതൊക്കെ. ഇത് എപ്പോഴും വരുന്നത് വെൻഡർ എന്ന് പറയുന്നത് അവർക്ക് അവര് വാങ്ങിച്ച സാധനം നമുക്ക് തരുമ്പോൾ നമ്മൾ പൈസ കൊടുത്താൽ അവർക്ക് ബിസിനസ് തുടരാൻ പറ്റും. ഒരുപാട് വെണ്ടർമാര് ഇതിനകത്ത് വെള്ളം കുടിച്ചിരിക്കുകയാണ്. അവർ വലിയ കമ്പനികളായതുകൊണ്ട് ചിലർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ഈ മറുവശം വെണ്ടറുടെ കാര്യവും സർക്കാരിന്റെ കാര്യവും പോട്ടെ, ഇപ്പുറത്തെ രോഗികളല്ലേ. ഇപ്പോ ഫ്രീ ചികിത്സ എന്നാണ് നമ്മൾ കുറെ നാളായിട്ട് പറയുന്നത്. ഞാനിത് പൊളിറ്റിക്കലായിട്ട് പറയുന്നതൊന്നുമല്ല, ഒരു 9 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കാര്യം പറയാണ്. ഒരു ഫ്രീ ചികിത്സ എന്നാണ് ഇവിടെ എല്ലായിടത്തും പറഞ്ഞത്. എന്താണ് ഫ്രീ ചികിത്സ? മരുന്നും സാധനങ്ങളും രോഗികൾ വാങ്ങിച്ചു കൊടുക്കുകയാണ്. ആ പൈസ ഗവൺമെന്റ് ചെലവ് വരുന്നില്ല. മെഡിസിനും ഉപകരണങ്ങളും രോഗി പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്ത് ചികിത്സ നടക്കും. സർക്കാർ അവിടുത്തെ ഉദ്യോഗസ്ഥന് ശമ്പളം കൊടുക്കും. എന്നിട്ട് പറയുന്നത് ഫ്രീ ചികിത്സ എന്നാണ്. ഇവിടെയാണ് ഇതിനകത്തൊരു പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് പുതിയ കാര്യമല്ല, ഒരുപാട് വർഷങ്ങളായിട്ടാണ് ഇതിന് അടിയന്തരമായിട്ടും പരിഹാരം കാണണം, ദീർഘകാല സ്വഭാവത്തിലുള്ള പരിഹാരവും വേണം. നമുക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ശരിയാണ്, ഇവിടെ എല്ലാം ശരിയാണെന്ന് പറയും. നമ്മൾ കടകവരുത്തൽ മുഖ്യമന്ത്രി വേറെ രാജ്യത്ത് പോവും, ശ്രീ അച്യുതാനന്ദനെ പ്രൈവറ്റ് ആശുപത്രി കിടത്തും. പാവപ്പെട്ടവൻ ചെല്ലുന്ന സർക്കാർ ആശുപത്രിയിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സാധനങ്ങളുടെ മാത്രമല്ല, സർക്കാർ ആശുപത്രി നമ്മുടെ രാജ്യത്താണ് ഈ ബൈസ്റ്റാൻഡർ സംവിധാനം. ഒരാളാണ് 2-3 ബൈസ്റ്റാൻഡറാണ് ഒരാൾക്ക് ടേൺ വെച്ചത്. അപ്പോൾ 3-4 പേരുടെ വേതനം പോവുകയാണ്. ചികിത്സ താമസിക്കുന്നതോറും ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരികയാണ്. പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറയുമ്പോഴത്തേക്ക് ഈ കടമെടുത്തും ലോൺ എടുത്തും ഇത് ഞാനൊരു പൊതുപ്രവർത്തനമായിട്ട് ദൈനംദിനം ഒരു കാര്യം കൂടെ പറയാം. ഇവിടുത്തെ ഒരു 10-60 വയസ്സുള്ള ഒരാളുടെ മകൻ ഒരു ബൈക്ക് അപകടത്തിൽ പെട്ടു, 23 വയസ്സുള്ള. അയാൾക്ക് 2-2.5 മണിക്കൂർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്ന് ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർമാർ തിരക്കാണ്. അവസാനം ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ട് ഒരുപാട് ഓപ്പറേഷൻസ് ആണ്. ഞാൻ അതിനകത്ത് ഇടപെട്ടാണ്. ഞാൻ 1 മാസം മുമ്പ് കാണുമ്പോഴത്തേന് 30 ലക്ഷം രൂപ അദ്ദേഹം സഹകരണ ബാങ്ക് ലോൺ എടുത്താണ് മകനെ ചികിത്സിച്ചിരിക്കുന്നത്. 10-20 വയസ്സ്. ഇതാണ് യാഥാർത്ഥ്യം. ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലെ കാര്യമാണ്, ഞാൻ പഠിച്ച സ്ഥലത്തെയാണ് പറയുന്നത്. അപ്പോൾ വളരെ നന്ദി ഡോക്ടർ ലാൽ. സാരംഗ്, ഒറ്റ കാര്യം കൂടി, ഈ വിഷയത്തിൽ ആരോഗ്യ വകുപ്പിനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിശദീകരണം, ഈ പൈസ ഇവരിങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാനാകില്ല എന്ന നിവൃത്തികേടിന്റെ വക്കിലെത്തുമ്പോൾ സർക്കാരിന് അതിൽ എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ? നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് തന്നെ 2ാമത്തെ ഏറ്റവും കൂടുതൽ കുടിശ്ശിക തുകയുള്ളത്. അവരുടെ വാദം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സർക്കാരിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ട്, അത് ഗഡുക്കളായി. അതായത് ഇതിപ്പോൾ ഒരു വിതരണക്കാരല്ല ഒരു ആശുപത്രിയിൽ സ്റ്റെന്റ് വിതരണം നടത്തുന്നത്, പല കമ്പനികളുടെയും പല ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഇത്തരത്തിൽ വിതരണം നടത്തുക. അത്തരത്തിലുള്ള ഈ അനുവദിക്കുന്ന തുക ചെറിയ ഒരു 4-5 കോടി അനുവദിക്കുകയാണെങ്കിൽ ഇത് ഇവർക്ക് വിതരണം ചെയ്ത് നൽകുമെന്നാണ് പറയുന്നത്. പക്ഷേ അതൊരിക്കലും ഒരു പൂർണ്ണമായൊരു പരിഹാരത്തിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് നിൽക്കുമ്പോൾ തന്നെ അതിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തണമെങ്കിൽ അവരുടെ ഈ കുടിശ്ശികയായി നിൽക്കുന്ന പണത്തിന്റെ ഒരു പകുതിയെങ്കിലും കൊടുത്തു തീർത്താൽ മാത്രമേ ഇവർക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പനികളിൽ നിന്നും മറ്റുമാണ് ഇവർ ഈ സ്റ്റെന്റ് വാങ്ങി ഇത്തരത്തിൽ വിതരണക്കാർ ഇത്തരം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. പക്ഷേ ഈ ഒരു മുഴുവൻ പരിഹാരത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും വരേണ്ടതുണ്ട്. നിലവിൽ ഗഡുക്കളായി പണം നൽകുന്നുണ്ട്, മാസാമാസം നൽകുന്നുണ്ടെന്നാണ് വിവരം. പക്ഷേ കുടിശ്ശിക എത്രയും
പെട്ടെന്ന് കൊടുത്തു തീർക്കുമോ, എത്ര സമയം അതിനെടുക്കും എന്നൊരു വിശദീകരണം കൃത്യമായി ഈ സർക്കാരിന്റെ ഭാഗത്ത് നമുക്ക് ഇനിയും ലഭിച്ചിട്ടില്ല. ശ്രീജ. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും സർക്കാരിന്റെ പല മേഖലകളിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. കാർഷിക മേഖലയിൽ നെല്ല് സംഭരണത്തിലെ വലിയ പ്രതിസന്ധി, അവർക്ക് കൊടുക്കാനുള്ള ഭീമമായ തുക, അതിന് പിന്നാലെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലെ സ്റ്റെന്റ് വിതരണം പ്രതിസന്ധിയിലായാൽ അത് ആരോഗ്യ മേഖലയെ എങ്ങനെ ബാധിക്കും, മെഡിക്കൽ കോളേജുകളിലെ സാധാരണക്കാർ, ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി എത്തുന്ന സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും എന്നതൊക്കെ ഇപ്പോൾ മനസ്സിലായത്. എന്തായാലും ഈ വിഷയങ്ങളിലൊക്കെ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും, കൂടുതൽ വിശകലനങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ആക്സിയം 4ന്റെ തിരിച്ചുവരവിനെ കുറിച്ചാണ്. ആ തിരിച്ചുവരവിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ന്യൂസ് 10 വിശദമായി തന്നെ ഈ വാർത്തകളെല്ലാം ചർച്ച ചെയ്യും. മഞ്ജുഷ് ഗോപാൽ ചേരും. രാവിലെയിൽ വീണ്ടും നാളെ കാണാം.